ഹലോ ഗുഡ് മോർണിംഗ്. മൺഡേ മോർണിംഗ്. ഇന്ന് ശുക്കൂറിനും എനിക്ക് ഓഫാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതൊന്നും ആലോചിച്ചിരിക്കാതെ തന്നെ രാവിലെ തന്നെ ആക്റ്റീവായിട്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവധി ദിവസമാണെങ്കിലും ഞങ്ങളൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അത് രാവിലെ തന്നെ ഞങ്ങൾ പോയത് ബാർവൺ വാലി പാർക്കിലേക്കാണ്. ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി റിവർ വാക്ക് ഏരിയയാണ്. കൂടാതെ അവിടെ കിഡ്സ് പ്ലേ സോൺ ആൻഡ് പിക്നിക് ഏരിയാസ്, നാച്ചുറൽ സൈറ്റ്സ് ഒക്കെ ഉണ്ട്. ആകാശം കാണണമെങ്കിൽ വീട്ടിലിരുന്ന് ജനലിൽ കൂടെ നോക്കിയാൽ മതി. പക്ഷേ ഈ നാട്ടിൽ നമ്മളല്ലാതെ വേറെ കുറേ പേരും കൂടി ജീവിച്ചിരിക്കുന്നുണ്ട്. അവരൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫായിട്ട് പുറത്തേക്ക് ഇറങ്ങി സമയം കണ്ടെത്തി ഇതുപോലുള്ള പബ്ലിക് ഏരിയാസിലൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. ഈ ഒഴുകി നടക്കുന്ന മച്ചാന്മാരുടെ പേരാണ് കേട്ടോ യുറേഷ്യൻ കൂട്ട്. ഇത്രയും ആളുകളൊക്കെ ചുറ്റിലും നിൽക്കുന്നത് ഇവരൊന്നും ബാധിക്കുന്നേ ഇല്ല. ഇവരെപ്പോഴും നീന്തിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും. എങ്ങാനും നമ്മൾ ഫുഡ് ഓഫർ ചെയ്താൽ മാത്രമേ ഇവർ നമ്മൾ മൈൻഡ് ചെയ്യത്തുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വുഡൻ ഡൂക്കിലാണ്. അവിടെ ഞാൻ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ഏർലി മോർണിംഗ് സൺറൈസിൻ്റെയോ അല്ലെങ്കിൽ സൺസെറ്റിൻ്റെയോ സമയത്ത് വന്നാലാണ് ഇതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ട് റിവർ കാണാൻ പറ്റുക. ഇതൊരു ഗ്രീൻ ടിൻറ്റ് കളറും പിന്നെ സൺറൈസിൻ്റെ മിക്സ്ചറാണ്. ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ആ ടവറും ട്രീസും സ്കൈൻ്റെ എല്ലാ റിഫ്ലക്ഷൻ എനിക്ക് ആ റിവറിൽ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ ബാർവൺ വാലി ഫൺ പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സാധാരണയിലേക്കായും കൂടുതലായിട്ട് ഒരുപാട് കളിക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പോരാത്തതിന് ഇവിടെ ഒരു ബാർബിക്യൂ ഏരിയയും കൂടിയുണ്ട്. അവിടെ ഒരു വലിയ ഹാമോക്ക് കണ്ടതും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കിഡ് അതിനകത്ത് കയറി ആടാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് പാരൻസിന് വേണ്ടിയിട്ടുള്ളതാണെന്ന്. അതിൻ്റെ സൈസ് ഒരുപാട് ബിഗാണ്. അധികം കോമൺ ആയിട്ട് കാണാത്ത ഹാഫ് ബാസ്കറ്റ് ബോൾ കോർട്ടും പിന്നെ ഫ്ലൈയിങ് ഫോക്സും ഇവിടുത്തെ ഒരു അട്രാക്ഷൻ ആയിരുന്നു. കുട്ടികൾ ഇവിടെ ഭയങ്കര ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സൂം ചെയ്തിട്ട് എടുക്കാൻ പറ്റിയിരുന്നില്ല. ഫ്ലൈയിങ് ഫോക്സ് ചെയ്ത് നോക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര ബിസി ആയിരുന്നു. എപ്പോഴും കുട്ടികൾക്കാണല്ലോ പ്രയോറിറ്റി. അതുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നില്ല. ഇന്ന് മൺഡേ ആയിട്ടും ഇവിടെ നല്ല ബിസിയാണ്. ബാർബിക്യൂ ഏരിയയിലൊക്കെ കുറേ ഫാമിലീസൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കുറേ ട്രീസ് ഒരുമിച്ച് വളർത്തിയിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കൂടുതലും ഡോഗ്സാണ് കളിക്കുന്നത്. അങ്ങറ്റത്ത് കുറേ ഡോഗ്സ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ വഴി പോകുന്നില്ല. കാരണം എനിക്ക് പൊതുവെ ഡോഗിനെ പേടിയാണ്. ഇവിടെ ആളുകൾ ഗോൾഫും കളിക്കാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അതിനെപ്പറ്റിയുള്ള ഇൻഫോർമേഷൻസൊക്കെയാണ് ഈ മാപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഇനിയാണ് വന്ന കാര്യം ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റിവർ എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു റിവറാണ്. ഇതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ റിവർ സൈഡ് പാർക്കുകൾ ഗവൺമെൻറ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പും പല വീക്സിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓരോ തവണ വരുമ്പോഴും ഓരോ റിവറിൻ്റെ പല സ്ഥലങ്ങളിലായിട്ടാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. സാധാരണ ഞങ്ങളൊരു ബ്രിഡ്ജൊക്കെ കടന്നിട്ട് ബെൽമോണിൻ്റെ അടുത്ത് ഉള്ളൊരു റിവർ സൈഡിലാണ് വരാറ്. ഇത് ബാർവണിൻ്റെ തന്നെ വേറൊരു പാർക്കാണ്. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 13 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കാണാനുണ്ട്. റിവർ സൈഡിൽ കൂടെ നമുക്ക് വാക്ക് ചെയ്യാം, അല്ലെങ്കിൽ റൺ ചെയ്യാം, അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യാം. അപ്പം ഞങ്ങൾ ഈ സ്കൂട്ടറിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഇന്നലെ രാത്രി തന്നെ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ സൈക്കിൾ ചാർജ് ചെയ്യാൻ മറന്നുമായിരുന്നു. പിന്നെ രാവിലെ എണീറ്റപ്പോഴാണ് ഓർത്തത്. എന്നാലും പ്ലാൻ മാറ്റിയില്ല, ഇങ്ങോട്ട് പോകുന്നിടത്തോളം പോട്ടെ എന്ന് വിചാരിച്ചു. എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കൊരു സാധാ സൈക്കിളോ അല്ലെങ്കിൽ ഈ സ്കൂട്ടറോ ഉണ്ടെങ്കിൽ നമുക്ക് നിരാശപ്പെടാതെ തിരിച്ചു വരാൻ പറ്റും. കാരണം നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് സമയം കൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാനും പറ്റും. തണുപ്പായതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സോർ ത്രോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഈ സ്കൂട്ടർ എപ്പോഴും ഷെയർഡ് പാത്വേയിലൂടെ മാത്രമാണ് കേട്ടോ ഓടിക്കാവുള്ളൂ. പോരാത്തതിന് ഹെൽമെറ്റ് കമ്പൽസറി ആണ്. പിന്നെ 120ക്ക് മേളിൽ ഈ സ്കൂട്ടറിൽ ആളുകൾ കയറാൻ പാടില്ല. ശരിക്കും ഞങ്ങൾ 2 പേരും കൂടി നിന്ന് യാത്ര ചെയ്യുന്നത് ഇല്ലീഗലാണ്. ഞങ്ങൾ മൊത്തം സമയം അവിടെ ചിലവഴിച്ചത് ഒരു 2 hours ആയിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ പ്ലാൻ ജിമ്മിൽ പോകുക എന്നുള്ളതായിരുന്നു.
ഒരുപാട് നാളിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ജിമ്മിൽ പോകുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 45 മിനിറ്റ്സ് വർക്കൗട്ടിന് ശേഷം വേഗം വീട്ടിലേക്കാണ് പോയത്. അപ്പോഴത്തേക്കും തണുപ്പെല്ലാം അടിച്ചിട്ടുള്ള ടയർഡ്നെസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് ഒരു നാടൻ ഊണൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി. എഴുന്നേറ്റ് ഉടനെ വീട്ടിൽ ബാക്കിയുണ്ടായിരുന്നത് ആകെ ഓറഞ്ചായിരുന്നു. അതെല്ലാം എടുത്ത് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങി. ഷുക്കൂറാണെങ്കിൽ ഗെയിം കളിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഭയങ്കര ബോറടി, പിന്നെ ഭയങ്കര മൂഡ് ഓഫൊക്കെ ആയി തുടങ്ങി. അപ്പോഴാണ് ഷുക്കൂർ പറയുന്നത് ഷുക്കൂറിന് ഓറഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടും വീണ്ടും വിശക്കാണെന്ന്. അപ്പോഴാണെങ്കിൽ എനിക്കിനി ഫുഡ് ഉണ്ടാക്കാനൊന്നും വലിയ മൂഡൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, എന്നെ എന്തെങ്കിലും കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ വീട്ടിലാകെ ഉണ്ടായിരുന്നത് ഡേറ്റ്സും ബ്രെഡും ആയിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് ബ്രെഡ് ഫ്രൈയും ഡേറ്റ്സും ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫില്ലിങ്ങും ബാറ്ററും എല്ലാം ഞാനാണ് റെഡിയാക്കിയത്. പക്ഷെ ഫ്രൈ ചെയ്തത് ഷുക്കൂറായിരുന്നു. രണ്ടുപേരും കൂടി ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞെങ്കിലും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഷുക്കൂർ ഫ്രൈ ചെയ്തുകൊണ്ട് ഷുക്കൂറിന് കഴിക്കാനുള്ള മൂടങ്ങ് പോയി. സാധാരണ ഞാൻ ചെയ്തിട്ട് ഷുക്കൂറിന് കൊണ്ടുവന്ന് കൊടുക്കലാണ് പതിവ്. അപ്പോൾ ഷുക്കൂർ ഇതെല്ലാം ഒറ്റയടിക്ക് തന്നെ കഴിച്ച് തീർക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഷുക്കൂറിന് കഴിക്കാനൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. മേ ബി അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചതുകൊണ്ടായിരിക്കും. പൊതുവേ ഞങ്ങൾക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങൾ നല്ല വിശന്നിരിക്കുമ്പോഴായിരിക്കും ഫുഡ് ഉണ്ടാക്കാനൊക്കെ വേണ്ടി കയറുന്നത്. പിന്നെ ഇനിയിപ്പോൾ സ്മെല്ലായതുകൊണ്ട് കഴിക്കാൻ പറ്റാത്ത അങ്ങനത്തെ മാനസികാവസ്ഥയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഇന്ന് എന്തോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കഴിക്കാനുള്ള മൂടങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഷുക്കൂർ പറഞ്ഞത് ഷുക്കൂറിന് ഫ്രണ്ട്സിനെ കാണണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷുക്കൂറിൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് സ്നാക്സ് എടുക്കാമെന്ന്. ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ കുളിച്ച് റെഡി ആവാനാണ് പോയത്. ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങി വെച്ചിരുന്ന ക്യാൻവാസും പെയിൻറ്റിങ്സൊക്കെ ഞാൻ മറക്കാതെ തന്നെ എൻ്റെ ബാഗിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ട്രീ കണ്ടോ ഗൈസ്, എനിക്കിത് ഭയങ്കര പേടിയാണ്, എന്താണെന്നറിയില്ല. കൂട്ടുകാരുടെ കൂടെയൊക്കെ ഇരുന്ന് കളറൊക്കെ ചെയ്യണം, എനിക്കെന്തെങ്കിലും വരയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയതെങ്കിലും I was so exhausted and weak inside by the time. എൻ്റെ മുമ്പിലുള്ള വീഡിയോകളിലെല്ലാം ഞാൻ അറിയാതെ വേണ്ടെങ്കിലും പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് മൂഡ് സ്വിങ്, പേടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇതെല്ലാം എല്ലാ മനുഷ്യരിലും വരുന്നത് പാസ്റ്റ് എക്സ്പീരിയൻസിലൂടെയാണ്. പാസ്റ്റ് ഈസ് എ ലെസൺ നോട്ട് എ ഹോം എന്നാണല്ലോ പറയുന്നത്. പക്ഷേ ചില പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ പ്രസൻറ്റിലും ഫോളോ ചെയ്യും. സോ ഐ എം ഗോണ ടെൽ യു എ ട്രൂ സ്റ്റോറി ഓഫ് എ ഡീമൻ. യെസ്, ദർ ഈസ് എ ഡീമൻ ഇൻ മൈ ലൈഫ്. എൻ്റെ ലൈഫിലെ ഡീമനെ പറ്റി പറയുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഫാമിലീനെ പറ്റി പറയണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം ഫ്രം എ ഫാമിലി ഓഫ് 5. ഞങ്ങളുടെ ചെറിയ വീട്ടിൽ വളരെ സന്തോഷത്തിലും ഭയങ്കര അടുപ്പത്തിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഫാദർ ഞങ്ങൾ 4 പേരെയും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ഫോറസ്റ്റിലേക്ക് ഒരു ട്രിപ്പ് പോയി. കഥ ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്, പിന്നെ ഞാനൊരു ഡയറക്റ്റ് വേയിലുമല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അവസാനം ഒരു കൺക്ലൂഷൻ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അപ്പോൾ ഞങ്ങളൊരു ഫോറസ്റ്റിലേക്കാണൊരു പിക്നിക്കിന് പോയത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഫോറസ്റ്റായിരുന്നു അത്. ഞങ്ങൾ ഒരുപാട് ഡീപ്പിലേക്ക് പോയിരുന്നു ആ ഫോറസ്റ്റിൻ്റെ. അങ്ങനെ പോകും വഴിക്ക് ഒരുപാട് ഡാർക്കായിട്ടുള്ളൊരു ഏരിയയിൽ ഞങ്ങൾ അകപ്പെട്ടു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഡാർക്ക്നെസ്സൊക്കെ വന്നാൽ സഹായത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടോർച്ചെല്ലാം നേരത്തെ കരുതിയിരുന്നു. ഞങ്ങൾ ടോർച്ച് ലൈറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഞങ്ങളൊരു ക്രീച്ചറിനെ കണ്ടു. എന്താ പറയുക, ഒരു പാവം ഫേസുള്ളൊരു ക്രീച്ചർ. ഞങ്ങൾക്കത് കണ്ടപ്പോൾ അതിനോട് ഭയങ്കര ദയവ് തോന്നി. അപ്പോൾ എൻ്റെ ഫാദർ എന്ത് ചെയ്തു, അത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചിപ്സൊക്കെ അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അതാണെങ്കിലോ ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി കഴിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കും ഇത് എന്ത് തരം അനിമലാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പുറപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോഴായിരുന്നു എൻ്റെ ലിറ്റിൽ ബ്രദർ വാശി പിടിച്ചത്. അവനെ ഈ ക്രീച്ചറിന് വേണം, വീട്ടിൽ കൊണ്ടുപോയി വളർത്തണം, അവനെ കൂട്ടിലിട്ട് വളർത്തണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഭയങ്കര വാശി പിടിക്കാൻ തുടങ്ങി. സോ ഞങ്ങൾ വിചാരിച്ചു ഇതൊരു ഹാൻഡ്ഫുള്ളായിട്ടുള്ളൊരു അനിമലല്ലേ ഉള്ളൂ, ഒരു ചെറിയ ക്രീച്ചറാണല്ലോ, ഇപ്പോൾ അതിനെ കൊണ്ടുപോയി വെച്ചിട്ടൊന്നും പറ്റാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇതിനെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ വളർത്തിക്കോളാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിക്നിക്ക് കഴിഞ്ഞപ്പോൾ ഈ ഒരു ക്രീച്ചറിനെയും കൂട്ടിയിട്ടാണ് വീട്ടിലേക്ക് പോയത്. സോ അതോടുകൂടി എൻ്റെ അനിയൻ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവന് ബോറടിക്കുമ്പോഴൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ആളായി.
അങ്ങനെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞു പോയി. കുറേ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും പൊതുവെ നടക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് നടക്കാൻ തുടങ്ങി. കാരണം ഞങ്ങളുടെ ഫാദറിൻ്റെ ബിഹേവിയർ എല്ലാം മാറാൻ തുടങ്ങി. ആൾ നമ്മളുടെ അടുത്ത് ഭയങ്കര ഡിസ്റ്റൻ്റ് ഇടാൻ തുടങ്ങി. ആൾ വീട്ടിൽ വരില്ല, വന്നാലും വഴക്കിടും. മദറാണെങ്കിലോ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യങ്ങളും പുള്ളിക്കാരിക്ക് പിന്നീട് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്താലും തെറ്റിപ്പോകും. ഞാനാണെങ്കിൽ പുറത്ത് ഭയങ്കര സോഷ്യലായിട്ട് നടന്നിരുന്ന ഒരാളായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ എപ്പോഴും മുറി അടച്ചിട്ടിരിക്കുക, എനിക്ക് ആരോടും സംസാരിക്കേണ്ട, എപ്പോഴും കരയുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുക. എൻ്റെ ബ്രദറാണെങ്കിൽ രാത്രിയെല്ലാം കരയുക. വീട്ടിൽ എന്നും പ്രശ്നം, സ്ട്രെസ്സ്. ഇതൊക്കെ ഞങ്ങൾ വിചാരിച്ചത് വീട്ടിൽ പഠിത്തത്തിൻ്റെയോ ജോലിയുടെയോ സാമ്പത്തിക പ്രശ്നത്തിൻ്റെയോ ഒക്കെ കാരണങ്ങൾ കൊണ്ടാകാം ഉണ്ടായതെന്ന് ഞങ്ങളെല്ലാവരും കരുതി. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞോടുകൂടി എല്ലാവരും തമ്മിൽ വഴക്കാവാൻ തുടങ്ങി. അതും റീസൺ എന്താണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ എല്ലാവരും തമ്മിൽ പിരിയാൻ തുടങ്ങി. മാനസികമായിട്ട് അടുപ്പമില്ലാതെയായി. വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫാദർ ഈ പ്രോബ്ലത്തിലൊന്നും ഇടപെടാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് അകന്ന് നിൽക്കുമായിരുന്നു കുറേ നാളത്തേക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ വീട്ടിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരു പുരോഹിതൻ വരുന്നത്. അദ്ദേഹം നടത്തുന്ന ഒരു ഓർഫനേജിലേക്ക് സംഭാവന വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നത്. സോ നമ്മൾ അയാളെ അത്ര വലിയ കാര്യമായിട്ട് പരിഗണിച്ചില്ല. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഈ ഫോറസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ക്രീച്ചറിനെ ഒരു കൂട്ടിൽ അടച്ചിട്ടിരുന്നത്. ഇതിനെ കണ്ടതും അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, ഇതിനെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? എത്ര നാളുകളായി ഇത് നിങ്ങളുടെ കൂടെ താമസിക്കാൻ തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു. സോ അപ്പോഴേക്കും ഞങ്ങൾ അതിനെ കൊണ്ടുവന്നിട്ട് 6 മാസത്തിലധികമായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ വളരെ വലിയ മണ്ടത്തരമാണ് ചെയ്തു വച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ക്രീച്ചേഴ്സിനെ ഒന്നും കീപ്പ് ചെയ്യാൻ പാടില്ല. ഇത് വളരെ അപകടകാരിയാണ് ആയിട്ടുള്ളൊരു ഡീമനാണെന്ന് പറഞ്ഞു. സോ അന്ന് ഈ ഡീമൻ എന്താണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം അറിയായിരുന്നു, ഞങ്ങളുടെ വീട്ടിലെല്ലാ പ്രോബ്ലത്തിലും ആണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങിയത്. ഇതുവഴി ഞാൻ ഈ ഡീമൻസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതും ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ രൂക്ഷമാവാൻ തുടങ്ങി. അതായത് ഞങ്ങൾക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത രീതിയിൽ മാനസികമായിട്ട് വളരെയധികം എല്ലാവരും നിലതെറ്റിയ അവസ്ഥയിലായിരുന്നു. പോരാത്തതിന് ഡീമൻസിനെ പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായി. കാരണം നമ്മൾ ചെയ്ത ഒരു തെറ്റുകൊണ്ടല്ലല്ലോ ഞങ്ങളുടെ ഫാമിലി തകർന്നു പോകുന്നത്. ഇതൊന്നും ഇപ്പോഴും ആരും മനസ്സിലാക്കുന്നതുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ആ പുരോഹിതൻ്റെ അടുത്ത് ചെല്ലുകയാണ് ഉണ്ടായത്, ഒരു ഹെൽപ്പ് ചോദിച്ചുകൊണ്ട്. പക്ഷേ അവിടെ എനിക്ക് ഒരു ഹെൽപ്പ് കിട്ടിയില്ല. പകരം വിഷമം നിറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. വൺസ് നമ്മുടെ വീട്ടിലേക്ക് ഡീമൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിനെ മുഴുവനായിട്ട് അവിടെ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടെ നിന്ന് പോവുക എന്നുള്ളതാണ്. സോ അതിനെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതായത് നമ്മളെല്ലാവരും ആ വീട് വിട്ട് പോകണം എന്നാണ് അന്ന് പുരോഹിതൻ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ കാര്യം എൻ്റെ വീട്ടിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. പകരം ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം അവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തോളം ഞാൻ ദൂരെ മാറി, ഒരുപാട് ദൂരെയാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ വീട് വിട്ട് പോരുമ്പോൾ അവിടെ ബാക്കി എല്ലാവരും തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഓരോരുത്തരായി അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. ആ വീടെന്ന് പറയുന്നത് ഇപ്പോൾ എനിക്കൊരു ബാഡ് ഡ്രീമാണ്. അതുകൊണ്ട് ഞാൻ ആ വീടിൻ്റെ ഹിസ്റ്ററിനെ പറ്റി ഇപ്പോൾ അന്വേഷിക്കാറില്ല. എൻ്റെ പാസ്റ്റിനെ പറ്റി ഞാൻ ആലോചിക്കാറുമില്ല. പക്ഷേ പിന്നീട് ഞാൻ മാറി താമസിച്ചപ്പോൾ അധികം വൈകാതെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഡീമൻ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്നാണ്. എൻ്റെ കൂടെ മാത്രമല്ല, എൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന എല്ലാവരുടെയും കൂടെ ഇപ്പോൾ അവർ താമസിക്കുന്നുണ്ട്. ആരെപ്പോൾ വീക്കാവുന്നോ അവരുടെ തലച്ചോറ് പ്രവർത്തിപ്പിക്കാൻ അത് ഓടിയെത്തും. അങ്ങനെയാണ് ഞങ്ങളെ ഇപ്പോൾ ഡീമൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് എല്ലാ ദിവസവും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഓരോ വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. മേ ബി എൻ്റെ കൂടെ ജീവിച്ചിരുന്ന എൻ്റെ ഫാമിലിയും ഇതുപോലെ തന്നെ ചിന്തിക്കുന്നുണ്ടാവും, ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടാവും. സോ ഇതാണ് എൻ്റെ ജീവിതത്തിലുള്ള ഡീമൻ സ്റ്റോറി എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ എല്ലാം സത്യസന്ധമായ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. അതായത് ഫാമിലി മെമ്പേഴ്സ്, എനിക്കൊരു അനിയനുണ്ടെന്നാണ് ഞാൻ എൻ്റെ കഥയിൽ പറഞ്ഞത്. പക്ഷേ എനിക്ക് അനിയനല്ല ഉള്ളത്.
അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെല്ലാം ഞാൻ വരുത്തിയിട്ടാണ് ഈ കഥ പറയുന്നെങ്കിലും ഈ കഥ ട്രൂ സ്റ്റോറിയാണ്. ഇതെൻ്റെ റിയൽ ലൈഫിൽ ഞാൻ കൊണ്ടിരിക്കുന്ന കാര്യവുമാണ്. അപ്പോൾ അത്രയും ഉള്ളൂ. കാരണം ഈ കഥ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആയി. ഇത്രയും നേരം ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഓക്കെ ആയി. ഓക്കെ, പാസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഇതാണ് എൻ്റെ മൈൻഡിലിപ്പോൾ സാഡ് വരാനുള്ള കാരണം എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ ബാക്ക് ടു നോർമൽ ആവാറുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് ആൻസിമോളിൻ്റെയും ദത്തൻ്റെയൊക്കെ ഹെൽപ്പോടുകൂടി ഞാൻ 2 ക്യാൻവാസ്, ഞാനല്ല ഉണ്ടാക്കിയത്, അവരാണ് ഉണ്ടാക്കിയത്. സാധനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തത് ഞാനാണെങ്കിലും എനിക്ക് എന്തെങ്കിലും വരച്ചാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ ഭയങ്കര ബാഡ് മൂഡിലാണ്. പക്ഷേ ഫ്രണ്ട്സൊക്കെ ഇരിക്കുമ്പോൾ നമുക്കത് കാണിക്കാൻ പറ്റില്ലല്ലോ. സോ ഞാൻ എന്തൊക്കെയോ ചെയ്തെങ്കിലും ഇതൊന്നും ഞാനല്ല കറക്റ്റായിട്ട് ചെയ്തത്, ഇവർ രണ്ടുപേരുമാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറച്ച് ദിവസമായിട്ട് സാധനങ്ങളൊന്നും വാങ്ങി വെച്ചിട്ട് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ. കുറച്ച് പകുതിയായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശന്നായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒരു 12 മണിയോടുകൂടി ഞാനും ഷുക്കൂറും തിരികെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഗുഡ് നൈറ്റ്.